ഡോക്ടർ സുനിൽ രാജേന്ദ്രൻ, കൺസൾട്ടന്റ് വാസ്കുലർ സർജൻ, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വെരിക്കോസ് വെയിനും അതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചാണ്. മനുഷ്യന്റെ ദേഹത്ത് രക്തക്കൊഴലുകൾ രണ്ട് തരമുണ്ട്. ഒന്ന്, ഹാർട്ടിൽ നിന്ന് രക്തം ബോഡീൻ്റെ അറ്റത്തേക്ക് കൊണ്ടുപോകുന്ന രക്തക്കൊഴലിന് ആർട്ടറി എന്ന് പറയുന്നത്. അത് ശുദ്ധ രക്തം കൊണ്ടുപോകുന്ന ധമനികളാണ് ആർട്ടറി. അതുപോലെ തന്നെ അശുദ്ധ രക്തം തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്ന രക്തധമനികളെ വെയിൻ എന്നും പറയുന്നു. വെയിനുകളെ ബാധിക്കുന്ന അസുഖമാണ് പ്രധാനമായിട്ട് വെരിക്കോസ് വെയിൻ. തൊലിയോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരത്തിലുള്ള വെയിനിന്റെ ഭിത്തിയിൽ കേട് വന്നിട്ട് വെയിനുകൾ വികസിക്കുമ്പോൾ വരുന്നൊരു കണ്ടീഷനാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. കൂടുതലും കാലുകളിലാണ് വെരിക്കോസ് വെയിൻ ബാധിക്കുക. കൈകളിൽ വെരിക്കോസ് വെയിൻ അത്ര കാണാറില്ല. ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന അസുഖമാണ് വെരിക്കോസ് വെയിൻ. പണ്ടൊക്കെ സ്ത്രീകളിലായിരുന്നു കൂടുതൽ കണ്ടുവന്നിരുന്നത്. പക്ഷേ എങ്കിലും ഇപ്പോൾ ചെറുപ്പക്കാരായ ആണുങ്ങളിൽ ഈ അസുഖം കൂടുതൽ കണ്ടുവരുന്നുണ്ട്. പാരമ്പര്യമായിട്ട് കാണുന്ന ഒരു രോഗമാണെങ്കിൽ പോലും കുറെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിലാണ് ഇത്തരത്തിലുള്ള അസുഖം കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരിൽ ഈ അസുഖം ബാധിച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതുകൊണ്ടാണ് ഈ അസുഖത്തിന് ഗൗരവം കൂടുകയും അതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ച് നമ്മൾ കൂടുതൽ ആയിട്ട് ബോധവാന്മാരാകേണ്ട ആവശ്യവും വരുന്നത്. വെരിക്കോസ് വെയിൻ എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഞരമ്പ് തടിച്ചു വരുമ്പോൾ കാലിൽ നീര്, നിറം വ്യത്യാസം, മുറിവുകൾ, ബ്ലീഡിങ്, അഡ്വാൻസ് സ്റ്റേജിൽ വ്രണങ്ങൾ ഉണ്ടായിട്ട് വീനസ് അൾസർ, പിന്നെ കുറെ കൂടി അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും കാലിൽ ഡാമേജ് വന്നിട്ട് കാലിൽ ഡീഫോർമിറ്റി ഇല്ലെങ്കിൽ കേടുപാടുകൾ വന്ന് തീരെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ചികിത്സിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻ നിന്ന് പേഷ്യൻസിന് ഒഴിവാകാൻ കഴിയും. വെരിക്കോസ് വെയിനുള്ള പേഷ്യൻറ്റിന് ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വാസ്കുലർ സർജനെ അടുത്തേക്ക് ട്രീറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിമ്പിൾ ടെസ്റ്റാണ് ഡോപ്ലർ സ്കാൻ അഥവാ അൾട്രാസൗണ്ട് സ്കാൻ. അൾട്രാസൗണ്ട് സ്കാൻ വഴി നമുക്ക് വെരിക്കോസ് വെയിൻ ഏതൊക്കെ വെയിനെ ബാധിച്ചിട്ടുണ്ടെന്നും ഏതൊക്കെ സ്ഥലത്താണ് വെരിക്കോസ് വെയിൻ ഉള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ അൾട്രാസൗണ്ട് സ്കാൻ സാധാരണ പണ്ട് കാലത്തൊക്കെ റേഡിയോളജിസ്റ്റ് അഥവാ സ്കാൻ ചെയ്യുന്ന വിദഗ്ധർ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ചികിത്സിക്കുന്ന വാസ്കുലർ സർജന്മാരും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെരിക്കോസ് വെയിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് ഉണ്ടാവുന്നതുകൊണ്ട് കൃത്യമായി നല്ലൊരു ചികിത്സ കൊടുക്കാൻ കഴിയുന്നുണ്ട്. വെരിക്കോസ് വെയിൻ്റെ സക്സസ് റേറ്റിനെ കുറിച്ച് പണ്ടെപ്പോഴും ജനങ്ങൾക്കിടയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു. സക്സസ് റേറ്റ് വളരെ കുറവാണ്, 50% കൂടുതൽ ആൾക്കാർക്ക് ഇത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ പുതിയ ചികിത്സാ രീതികൾ വെച്ചിട്ടും സർജൻ സ്വന്തമായിട്ട് ചെയ്യുന്ന അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സർജൻ പെർഫോംഡ് അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ട് സക്സസ് റേറ്റ് ഏകദേശം 95% മുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വെയിനിൻ്റെ കറക്റ്റ് ഒരു ഘടന സർജൻ ഉണ്ടാക്കി വരുന്നു. ആ ഘടന ഉണ്ടാക്കുന്ന ഇല്ലെങ്കിൽ ആ ഒരു രീതിയാണ് വെയിൻ മാപ്പിംഗ് എന്ന് പറയും. വെയിൻ മാപ്പിംഗ് എന്ന് വെച്ചാൽ പല പേഷ്യൻസിനും വെയിനിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങളും ഓരോ പേഷ്യൻ്റെ വെയിനിന് ഓരോ രീതികളായിരിക്കും. അപ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെ വെയിനിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഘടനയും മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ് വെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. വെയിൻ മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓരോ പേഷ്യൻറ്റിൻ്റെ വെയിനിൻ്റെ ഒരു ഘടന മനസ്സിലാക്കിയാൽ ആ പേഷ്യൻറ്റിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അൾട്രാസൗണ്ട് സ്കാൻ മാത്രം പൊതുവെ മിക്ക പേഷ്യൻസിനും മതിയാവും. അത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ കേടായ വെയിനിനെ ബോഡിയിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ ചികിത്സ. എന്നിരുന്നാലും ഏർലി സ്റ്റേജിൽ പേഷ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് മരുന്ന് കൊണ്ടൊരു പരിധി വരെ പേഷ്യൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. മരുന്നിൻ്റെ കൂടെ കാലിലിടുന്ന സ്റ്റോക്കിങ്സ് അഥവാ ടൈറ്റ് ആയിട്ടുള്ള കംപ്രഷൻ ബാൻഡേജസ് ഉപയോഗിച്ചിട്ടും ഒരു പരിധി വരെ നമുക്ക് ലക്ഷണങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷെ ഒരു സ്റ്റേജിനപ്പുറം പേഷ്യൻ്റ് എന്തെങ്കിലും ചികിത്സ വേണ്ടി വരികയാണെങ്കിൽ ഓപ്പറേഷൻ അഥവാ പുതിയ ചികിത്സാ രീതികളായ ലേസർ, RF അബ്ലേഷൻ, ഈ 3 ചികിത്സാ രീതികൾ വെച്ചിട്ടാണ് വെയിനിനെ ഏറ്റവും കൂടുതൽ ഈ 3 ചികിത്സാ രീതികൾ ഉപയോഗിച്ചാണ് വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഓപ്പറേഷൻ ആകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട ബുദ്ധിമുട്ടും പിന്നെ അനസ്തേഷ്യയുടെ ആവശ്യവും മുറിവുകളുള്ളതുകൊണ്ട് പൊതുവേ ലേസറാണ് ഇപ്പോൾ പൊതുവേ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്. ഇതിൻ്റെ ചികിത്സയുടെ റിസൾട്ട് നോക്കുമ്പോഴും എപ്പോഴും ലേസറിനും ഓപ്പറേഷനേക്കാളും വളരെ നല്ല
റിസൾട്ട് കിട്ടുന്നതുകൊണ്ടും ഇപ്പോൾ പൊതുവേ ലേസർ ട്രീറ്റ്മെന്റ് ആണ് വെരിക്കോസ് വെയിനിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്നറിയപ്പെടുന്ന ട്രീറ്റ്മെന്റാണ് ലേസർ ട്രീറ്റ്മെന്റ്. ലേസർ ട്രീറ്റ്മെന്റ് വെച്ച് ഈ വെയിൻ മാപ്പിംഗ് ചെയ്ത ഒരു മാപ്പിംഗ് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് കേടായ വെയിനിനെ മാത്രം ചികിത്സിച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് പേഷ്യന്റ് നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ കഴിയാറുണ്ട്. ലേസർ ചെയ്യാൻ പറ്റാത്ത ചില വെയിൻസ്, പേഷ്യന്റിന്റെ കാലിന്റെ മുട്ടിന് താഴെയുള്ള പൊന്തി നിൽക്കുന്ന വെയിൻസിന്, വലിയ വെയിൻസ് ആണെങ്കിൽ ഹുക്ക് ഫ്ലിബക്ടമി എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി ഒരു കീഹോൾ രീതിയിൽ വെയിന് നീക്കം ചെയ്യുന്ന ട്രീറ്റ്മെന്റാണ് ഹുക്ക് ഫ്ലിബക്ടമി. അതുവഴി നീക്കം ചെയ്യാം. ഏറ്റവും ചെറിയ വെയിൻസിന് സ്ലീറോ തെറാപ്പി എന്നുള്ള ട്രീറ്റ്മെന്റ് വെച്ചിട്ടും നമുക്ക് വെയിന് നീക്കം ചെയ്യാം. അപ്പൊ ഇതുപോലെ ഒരേ പേഷ്യന്റ് തന്നെ ലേസർ, ഫ്ലിബക്ടമി, സ്ലീറോ തെറാപ്പി ഈ 3 ട്രീറ്റ്മെന്റ് ഉപയോഗിച്ച് പേഷ്യന്റിന്റെ വെയിൻ, ആ കേടായ വെയിൻസിനെ മാക്സിമം ബോഡിയിൽ നീക്കം ചെയ്യുന്നത് കൊണ്ട് തന്നെ സക്സസ് റേറ്റ് വളരെയേറെ കൂടുകയും ഓൾമോസ്റ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ റിക്കറൻസ് റേറ്റ് അല്ലെങ്കിൽ വീണ്ടും വെയിൻ വരാനുള്ള സാധ്യത 3% താഴത്തേക്ക് കൊണ്ടുവരാൻ പുതിയ ചികിത്സാ രീതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ ഈ ലേസർ ട്രീറ്റ്മെന്റ് ഡേ കെയർ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ചെയ്തു വരുന്നത്. പേഷ്യന്റിന് രാവിലെ ഹോസ്പിറ്റലിൽ വന്നാൽ ചെയ്ത് കഴിഞ്ഞ് 4 മണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങാം. അപ്പോൾ പണ്ടത്തെ പോലെ ഹോസ്പിറ്റലിൽ കുറേ സമയം അഡ്മിറ്റ് ആകുക ഇല്ലെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ മിക്കവർക്കും ജോലിക്ക് ചെല്ലാനും വിത്തിൻ 1 വീക്ക് അബ്സല്യൂട്ട്ലി നോർമലായിട്ട് പഴയ ജീവിത രീതികളിലേക്ക് പോകാനും പറ്റും. അതുകൊണ്ട് തന്നെയാണ് ലേസർ പ്രിഫേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. ലേസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. കാലിൽ ബാൻഡേജ് ഒരു മാസത്തേക്ക് ധരിക്കണം. പേഷ്യന്റ് ചെയ്യാവുന്ന എല്ലാ നോർമൽ ആക്ടിവിറ്റീസും ചെയ്യാം. യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ പ്രത്യേകിച്ച് വലിയ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തൊരു ട്രീറ്റ്മെന്റാണ് ഈ ലേസർ ട്രീറ്റ്മെന്റ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ്. അതിന്റെ ചികിത്സാ രീതികളിൽ കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് സക്സസ് റേറ്റ് 50% ഉള്ളത് ഇപ്പോൾ ഏകദേശം 90% മുകളിലേക്ക് കൊണ്ടുവരാനും വീണ്ടും വരാനുള്ള സാധ്യത 50% നിന്ന് ഏകദേശം 5% താഴ്ത്തി കൊണ്ടുവരാനും പുതിയ ചികിത്സാ രീതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഡേ കെയർ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുക. രോഗിയെ സംബന്ധിച്ച് മോർണിംഗ് വന്നാൽ ചെയ്തിട്ട് അന്ന് തന്നെ വീട്ടിലേക്ക് പോകും. എത്രയും പെട്ടെന്ന് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് മടങ്ങുക എന്നുള്ള രീതിയിലാണ് ട്രീറ്റ്മെന്റ്സ് എല്ലാം ഉള്ളത്. പുതിയ ചികിത്സാ രീതികൾ വെയിൻ മാപ്പിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സക്സസ് റേറ്റ് 90% മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമന്റ്സോ ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞ ബോക്സിൽ കമന്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.